സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ എന്താ പറയുന്നത്, ഇന്നലെ വരെ ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ടതിനെ പറ്റി ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പം പറയും. ഇത് ഞാൻ ഇന്നിട്ട് യൂട്യൂബിനകത്ത് കണ്ടതാണ്. മാധ്യമപ്രവർത്തകർ മാധ്യമങ്ങൾ വിളിക്കുമ്പം ഈ അയ്യപ്പൻ്റെ സ്വർണം കട്ടതിനെ പറ്റിയുള്ള ചർച്ചയില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഗർഭത്തിനെ പറ്റിയുള്ള ചർച്ചയ്ക്കാണ് വരാം എന്നാണ് ചില ആൾക്കാർ പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് ഏതായാലും കഥ മാറി. ഇന്ന് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം ഏകദേശം ഒക്കെ ഒരുമാതിരി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ മുഖ്യമന്ത്രി 3 മാസമായിട്ട് ഉറങ്ങുമായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന പുള്ളിക്കാരന് കേസെടുക്കാമായിരുന്നല്ലോ, എടുത്തില്ലയോ? ഇന്ന് യുവതി നേരിട്ട് ഈ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചെന്നപ്പോഴാണ് കേസെടുക്കുന്നത്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ ചർച്ച വഴി മാറ്റാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളാണ്. അതുപോലെ ഈ മൂന്ന് മാസമായിട്ട് ഉള്ള ഗർഭം ഇപ്പോൾ എത്ര ആയി കാണും? അന്ന് ഒരു മാസമൊക്കെ ആകുമ്പോഴേ ഗർഭം അറിയത്തുള്ളൂ. ഇപ്പോൾ ഒരു 3-4 മാസം ആയി കാണും. അതെന്തെങ്കിലുമായിട്ട്. അപ്പോൾ ഈ ചർച്ച വഴി മാറ്റാനും ഒരു സ്വർണം പൊതുമുതൽ കട്ടതിനെ മാറ്റാനായിട്ട് ഒരു വ്യക്തി ഒരു സ്ത്രീയോട് ഇടപെട്ടതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ് മുഴുവൻ ചർച്ച ചെയ്യണോ, അതോ ഒരു സ്റ്റേറ്റിൻ്റെ മൊത്തം ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യണം? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കണം, അത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ ആ ചർച്ച മാറ്റുകയാണ്. ഈ വലിയ വലിയ ആൾക്കാർ, ഈ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ എണ്ണാനായിട്ട് ഒരുക്കുക അഴിക്കകത്താണ്. അതിന് മേളിലോട്ട് പോകാനായിട്ട് ഉള്ള ഇത് വരുമ്പോഴാണ് വീണ്ടും ഒരു ഗർഭക്കേസും കൊണ്ട് വരുന്നത്. പാവം പിടിച്ച് ഉമ്മൻചാണ്ടി സാറിനെ എല്ലാവരും കൂടെ ഒരു ഗർഭക്കേറ്റ് കേസ് കൊണ്ട് നാണിപ്പിച്ചതൊക്കെ, പുള്ളിക്കാരനെ നാറ്റിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം. അതിനെ നമ്മുടെ PC ജോർജ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഡയറക്റ്റ് കണ്ടെത്താം. അങ്ങനെയുള്ള നേതാക്കന്മാരെ വരെ ഇവിടെ ഉണ്ട്. ആ PC ജോർജിനെ ചുമക്കാൻ ഇപ്പോൾ ആൾക്കാരുണ്ട്. ഇതുപോലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുന്ന തരത്തിലും നിരപരാധിയെ ക്രൂശിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ നിരപരാധിയാണെന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊരു കള്ളത്തരവും വഞ്ചനയും, ഇവിടുത്തെ ഒരു കൊള്ള മൂടി വെക്കാനായിട്ട് കാണിക്കുന്ന ഒരു ധൃതിവ ഇവിടെ കാണിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഗുഡ് നൈറ്റ്.